Hello everyone, welcome to Talk with Toppers. സോ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഇത്തവണത്തെ സിവിൽ സർവീസ് വിജയി മിസ്റ്റർ ഐസക് ആണ്. അതായത് ഓൾ ഇന്ത്യ റാങ്ക് 430. സോ സർ, വെൽക്കം ടു ദ ഷോ. കൺഗ്രാറ്റുലേഷൻസ് ആസ് വെൽ. താങ്ക് യു സോ മച്ച്. സോ ഇനീഷ്യലി എല്ലാവരും ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സാർ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. സോ UPSC ഇത് എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ ഒരു സ്പാർക്ക് വന്നത്, ലൈക്ക് സിവിൽ സർവീസിലേക്ക് പോകാമെന്നുള്ളൊരു ആസ്പെക്ട് എങ്ങനെയാണ് വന്നത്? ആക്ച്വലി ഞാൻ ആദ്യം അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് എൻ്റെ ഫൈനൽ ഇയറിലാണ്. സോ ഫൈനൽ ഇയറിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ അവർക്ക് സോഷ്യലായിട്ട് എന്തൊക്കെ സപ്പോർട്ടുകൾ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു സെപ്പറേറ്റ് മൊഡ്യൂളാണ് നമുക്കുള്ളത്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മളുടെ മരുന്നുകൾ കൊടുത്തുകൊണ്ട് മാത്രം രോഗികളുടെ സുഖം മാറുന്നില്ല. അവർക്ക് അല്ലാതെയുള്ള തരത്തിൽ ഒരുപാട് സോഷ്യൽ എക്കണോമിക്കലായിട്ടുള്ള സപ്പോർട്ടുകളും അവർക്ക് വേണം. അങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് ബുക്സ് ഒക്കെ വായിച്ചു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒരു പബ്ലിക് സർവീസ് ഓറിയന്റേഷൻ സിവിൽ സർവീസിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് UPSC അറ്റംപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കും. ഫാമിലിയിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ടും അങ്ങനത്തെ കാര്യങ്ങൾ ഇതിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ? ഫാമിലിയിൽ ആക്ച്വലി ഒരു മിക്സഡ് റിയാക്ഷൻ ആയിരുന്നു. ചിലർക്ക് സപ്പോർട്ട് ചെയ്യാൻ റെഡി ആയിരുന്നു, സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും റെഡി ആയിരുന്നു. പക്ഷെ ചിലർ അവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു MD ഒക്കെ എടുത്തിരുന്നാൽ പോരെ, സിവിൽ സർവീസ് ഒക്കെ നോക്കണോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ഭാഗത്ത് നമുക്കത് റീഅഷ്യൂർ ചെയ്യാന്നുള്ളതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുക. എനിക്കിതാണ് ആഗ്രഹം, ഞാൻ ഇത്ര അറ്റംപ്റ്റ് മനസ്സിൽ കണ്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്പോൾ ചിന്തിക്കാം എന്നുള്ള രീതി. അപ്പം അങ്ങനെ ഒരു റീഅഷ്യൂറൻസ്, ഒരു ഓപ്പൺ ഡിസ്കഷൻ ഫാമിലി ആയിട്ട് വെച്ചപ്പോൾ പിന്നെ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയും കാലം അവർ എന്നെ സപ്പോർട്ട് ചെയ്തു. വെരി ഗുഡ്. സോ അത് മാത്രമല്ല, ഡാഫിൽ മനസ്സിലായി ഇപ്പോഴും സാറ് വർക്കിംഗ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്തു? കാരണം ഇത്ര ടൈറ്റ് ഷെഡ്യൂൾ, ബാക്കി നമ്മളൊരു 10 to 5 കൈൻഡ് ഓഫ് ജോബേ അല്ല. ഇതൊരു എമർജൻസി സിറ്റുവേഷൻ എപ്പോൾ വേണമെങ്കിൽ വരാം. എപ്പോഴും നമ്മൾ വിജിലൻ്റ് ആയിരിക്കുന്ന ആ ഒരു വർക്ക് പ്രൊഫൈലിൽ നിന്ന് എങ്ങനെയാണ് ഈ പ്രിപ്പറേഷൻ മാനേജ് ചെയ്ത് പോയത്? അത് പലർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും ഈ സംഭവം. ആക്ച്വലി UPSC പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരും ചിന്തിക്കുന്നത് പോലെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു മുറിയിൽ അടച്ചിട്ടിട്ട് സോഷ്യൽ മീഡിയ എന്നൊക്കെ മാറി നിന്നിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്റ്റൈൽ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് പബ്ലിക്കായിട്ട് എപ്പോഴും കോണ്ടാക്ട് വേണം. അപ്പോൾ ആ കോണ്ടാക്ട് കിട്ടാനുള്ള ഒരു അവന്യൂ ആയിരുന്നു എന്നെ സംബന്ധിച്ച് ജോലി ചെയ്യാന്നുള്ളത്. പിന്നെ കോവിഡിന്റെ സമയത്ത് തുടങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവസാനം ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. സോ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതിനോടൊപ്പം ഞാൻ ആദ്യം വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ സൺ മെഡിക്കൽ സെന്റർ ആൻഡ് റിസർച്ച് സെന്റർ. അപ്പോൾ അവിടെ കാഷ്വാലിറ്റി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ രമയുണ്ട്. രമ മാഡം എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. എനിക്ക് കിട്ടണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ മാഡത്തിന് ഞാൻ സർവീസിൽ കയറാനായിരുന്നു ആഗ്രഹം. അപ്പോൾ മാഡം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അതിനനുസരിച്ച് എൻ്റെ സ്റ്റഡീസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആൻഡ് വർക്കിംഗ് അവേഴ്സ് ആക്കി തന്നു. അതുകൊണ്ട് എനിക്കത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട്. സോ അങ്ങനെ ഒരു വർക്ക് എൻവയോൺമെന്റ് കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. മാത്രമല്ല പ്രത്യേകം വേറൊരു കാര്യം പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. പലർക്കും ഇങ്ങനെ ഒരു ധാരണയുണ്ട്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ മാറ്റി വെക്കുന്നു, പബ്ലിക്കായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല, റൂമിനകത്ത് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ സിവിൽ സർവീസ് കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണ പൊതുവേ UPSC ആസ്പിരൻസിൻ്റെ ഇടയിലുണ്ട്. സോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ആൻസറാണ് നമുക്ക് കിട്ടിയത്. സോ ലൈക്ക് വൈസ് ഇതിൽ പറയാനുള്ള മറ്റൊരു പ്രത്യേകത, സാറിൻ്റെ ഇത് 3rd ഇൻ്റർവ്യൂ ആണ്. സോ ഹൗ വാസ് ദാറ്റ് ജേർണി? അതായത് ഫസ്റ്റ് ടൈം നമ്മൾ ഇൻ്റർവ്യൂ പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പെക്ടേഷൻസോ അങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് ആയിരിക്കും. പക്ഷേ ക്ലിയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ആസ്പെക്റ്റിൽ നമ്മൾ പിന്നെ അടുത്ത ഒരു അറ്റംപ്റ്റിലേക്ക് വരുന്ന ഒരു മോട്ടിവേഷൻ, അതെങ്ങനെയായിരുന്നു ആ ഒരു? അത് ആക്ച്വലി എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിത് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് എനിക്കിതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ അറിയില്ല മാർക്ക് കിട്ടോ ഇല്ലയോ, എനിക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ അറിയില്ല. സോ ഞാൻ എന്നെ തന്നെ ഐ വാസ് അണ്ടർ ദ ഇംപ്രഷൻ ദാറ്റ് ഈ അറ്റംപ്റ്റ് നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചു മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ റിസൾട്ട് വരുമ്പോൾ കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെ ഈ എക്സാമിനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു എക്സാം ക്ലിയർ ചെയ്ത് ഇത്ര റാങ്ക് കിട്ടി ഈ സർവീസിൽ കയറാൻ വേണ്ടി പഠിക്കുന്നവർക്ക് മാത്രമേ ഫെയിലിയർ മുന്നിൽ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ആ ജേർണി വളരെയധികം എൻജോയ് ചെയ്തതാണ്. അപ്പോൾ അന്നത്തെ ആ റാങ്ക് ലിസ്റ്റ് വന്നു, അതിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ല. അന്ന് രാത്രി ഞാനൊരു ബിരിയാണി കഴിച്ചു. പിറ്റേ ദിവസം വീണ്ടും വീണ്ടും തുടങ്ങി. ആ ഒരു പെർസ്പെക്റ്റീവിന്റെ ഡിഫറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലർക്കും ആ ജേർണി എൻജോയ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ സെൽഫ് ക്രൂസിഫൈ ചെയ്യുന്ന ഒരു രീതിയിൽ പ്രിപ്പറേഷൻ പോകുമ്പോഴാണ് അത് മറ്റൊരു തരത്തിൽ എന്താ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്ത് പിന്നെ ഒരു ലെവലിലെത്തി പറ്റാത്ത ഒരു ആസ്പെക്ട്. പലപ്പോഴും എല്ലാവരും ഒരു ക്ലോസ്ഡ് സ്പേസിലേക്ക് മാറാൻ ശ്രമിക്കും. എന്നിട്ട് പിന്നെ അവർക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ ഇനി എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും, അങ്ങനെയുള്ള ഒരു പോയിന്റ്. ആ പോയിന്റ് എനിക്ക് വരാതിരുന്നതിന്റെ കാരണം ഞാൻ അത്യാവശ്യം സോഷ്യൽ ആയിരുന്നു.
എക്കാളും സോഷ്യൽ ആയിരുന്നു. അല്ല, ആ കോൺഫിഡൻസ് തന്നെയാണ് പറഞ്ഞ മാർക്സിലും ഓരോ വർഷം ഇന്റർവ്യൂവിന് നല്ല മാർക്സ് കയറി വന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അത് തന്നെയായിരിക്കും. നമുക്കൊരു ടെൻഷൻ ഇല്ല, റിലാക്സ്ഡ് ആയിട്ട് പോകുന്നതിന്റെ ഒരു പ്രത്യേകത. സോ ഈ മെഡിക്കൽ സയൻസ് ഓപ്ഷനിൽ എങ്ങനെയായിരുന്നു നല്ലോണം ഹെൽപ്പ് ചെയ്തത്? കാരണം പലപ്പോഴും ഡോക്ടേഴ്സിനെ കാണാറുണ്ട് മെഡിക്കൽ സയൻസ് ആ ഒരു ട്രെൻഡ് കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പല ഓപ്ഷൻസും ആന്ത്രോ അങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. സോ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഐഡിയയിലേക്ക് പോയില്ല? നമുക്ക് ഞാൻ മെഡിക്കൽ സയൻസ് ഓപ്ഷണൽ എടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് എനിക്കതല്ലാതെ വേറെ ഒന്നും അറിയില്ല. ഞാൻ 5.5 വർഷം മെഡിസിൻ പഠിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ വേറൊരു സബ്ജക്ട് ഞാൻ ഒരുപാട് സബ്ജക്റ്റുകൾ അന്വേഷിച്ചു നടന്നു. പക്ഷെ എവറിത്തിങ് വാസ് ന്യൂ ടു. ആന്ത്രോപോളജി ആണെന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് പുതിയൊരു കാര്യമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊരു ട്രൈ ചെയ്തുകൂടാ, ട്രൈ ചെയ്തിട്ട് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സീക്വന്റ് ഇയേഴ്സിൽ കറക്റ്റ് ചെയ്യാറോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മെഡിക്കൽ സയൻസ് ഓപ്ഷണൽ ഉണ്ടായിട്ടും ഞാൻ മെയിൻസ് ക്ലിയർ ചെയ്തു. അതെ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഒരു ലോ റാങ്കിങ് അല്ലെങ്കിൽ ലോ സ്കോറിംഗ് ഓപ്ഷണൽ എന്ന് എനിക്ക് ഇതേവരെ തോന്നിയിട്ടില്ല. എനിക്ക് റീസണബിൾ ആയിട്ട് എൻ്റെ സ്വന്തം എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഓപ്ഷണൽസ് മാറ്റണം എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അതിനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് തന്നെയായിരിക്കും നമുക്ക് ഫോക്കസ്. നമുക്ക് ചിലപ്പം പുതിയൊരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതൊരു പാടുള്ള പരിപാടി. അതിലും നല്ലത് നല്ല ഫോക്കസ്ഡ് ആയിട്ട്, പ്രത്യേകിച്ച് ഞാൻ പലർക്കും മെഡിക്കൽ സയൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്, ലൈക്ക് 5.5 ഇയേഴ്സാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്തേക്കണം. സോ അതിൻ്റെ അപ്പുറം വേറൊരു ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലൊരു, പിന്നെ നമ്മൾ ആവശ്യത്തിലധികം പുതിയ സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട്. ജോഗ്രഫി, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് പുതിയ സബ്ജക്ട് നമ്മൾ സ്കൂളിൽ നിന്ന് നിർത്തിയിട്ട് വന്നതാണ്. മാത്തമാറ്റിക്സ് ആ ഒരു ട്രാക്കിലേക്ക് വീഴുന്നത് അത് തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തു. അത് ഞാൻ ചോദിക്കണമെന്ന് ചോദിച്ചടുത്ത്, അതായത് സിസാറ്റിനെ എങ്ങനെ മാനേജ് ചെയ്തു? യൂഷ്വലി എഞ്ചിനീയേഴ്സിന് അത് ചിലപ്പോൾ കുറച്ച് പ്രശ്നമില്ലാതെ പോവാം, പക്ഷെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ അത് എങ്ങനെ മാനേജ് ചെയ്തു സിസാറ്റും? ഈ പറയുന്ന പോലെ എന്നെ സംബന്ധിച്ച് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ 11th 12th ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ലാംഗ്വേജ് ആണ് ഉണ്ടായിരുന്നില്ല. പക്ഷേ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ടും കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ആൻഡ് ഹാർഡ് വർക്ക്. ഇറ്റ് ഈസ് നോട്ട് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു കാര്യമല്ല. പിന്നെ എന്നെ പോലെയുള്ള സ്റ്റുഡൻസിന് അക്കോമഡേറ്റ് ആണെന്ന് തോന്നുന്നു. അതിൽ കോംപ്രഹെൻഷനും വെർബൽ റീസണിങ്ങും ഉണ്ട്. അപ്പം നമുക്ക് എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എല്ലാ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റംപ്റ്റ് ചെയ്യുക, അറിയുന്നത് മാത്രം ആദ്യം ഇവിടെ അറ്റംപ്റ്റ് ചെയ്ത് പിന്നെ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള വെർബൽ റീസണിങ്ങിലേക്കും കോംപ്രഹെൻഷനിലേക്കും പോകാന്നുള്ളതായി. അത് വളരെ നല്ലൊരു മെസ്സേജാണ്. കാരണം പലർക്കും, ഞാൻ 11th മാത്സ് പഠിച്ചിട്ടില്ല, 12th മാത്സിലെ ഡിഗ്രിയിൽ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പാടായിരിക്കും എന്ന് വിചാരിക്കുന്ന കുറേ ആസ്പിരൻസ് ഉണ്ട്. സാറിൻ്റെ ആ ഒരു ജേണി തന്നെ കേട്ടോ. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് പിന്നെ മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇല്ല. ബട്ട് ഇഫ് ഹി ക്യാൻ ക്രാക്ക് കണ്ടിന്യൂസ്ലി 3 പ്രിലിംസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിസാറ്റ് ക്വാളിഫൈ ആകുമെന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ട്. സോ ആ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് ക്രാക്ക് ചെയ്യാന്നുള്ളൊരു റിയൽ ലൈഫ് എക്സാമ്പിളാണ് സാറിന് പറയാനുള്ളത്. സോ എങ്ങനെയാണ് ഈ ഷുവർ ഷോട്ട് പ്രോഗ്രാം ഒക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്തത്, ഈ മോക്ക് ടെസ്റ്റും ഇതൊക്കെ? ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് മെയിൻസിൽ കുറച്ച് GS എനിക്ക് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. സോ എൻ്റെ സബ്സീക്വൻ്റ് അറ്റംപ്റ്റിൽ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ചും കൂടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കുന്ന ഒരു മെയിൻസ് പ്രോഗ്രാം, ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം വേണമെന്ന് എനിക്ക് തോന്നി. എന്നാൽ അതേസമയം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് 2 രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. വളരെ റിയലിസ്റ്റിക് ആയിട്ട് സിംപ്ലിസ്റ്റിക് ആയിട്ടും പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു കുട്ടി ഒരിക്കലും എഴുതരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് മനഃപൂർവ്വം മാർക്ക് കുറച്ചിടാൻ വേണ്ടി വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന അക്കാഡമീസ്. ഷുവർ ഷോട്ട് വാസ് ഡിഫറെൻറ്റ്. നമുക്ക് വേണ്ടുന്ന രീതിയിൽ സിംപ്ലിസ്റ്റിക്കും റിയലിസ്റ്റിക്കും ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ് ആയിരുന്നു അതിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഇവാലുവേഷൻ, ആ പേഴ്സണൽ ഫീഡ്ബാക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം ഓൾറെഡി സർവീസിലുള്ള ആൾക്കാരാണ് നമുക്ക് ഫീഡ്ബാക്ക് തരുന്നത്. സോ ദേ ഹാവ് ഡൺ ഇറ്റ്, ദേ നോ വാട്ട് തിങ്സ് ക്യാൻ ഗോ. അപ്പൊ അത് അവർക്ക് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതൊരു വലിയൊരു മോർ ദാൻ എ ഫീഡ്ബാക്ക്, അതൊരു ഇൻസൈറ്റ് ആണ്. പലർക്കും ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ പ്രിലിംസിന്റെ ഒക്കെ അടുത്തൊക്കെ ആവുന്ന നേരത്ത് ചില അക്കാഡമീസ് ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട് കഴിഞ്ഞാൽ ആർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഇത്രയും ടഫ് അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഭയപ്പെടുത്തുന്ന രീതിയിലൊക്കെയാണ് പ്രിലിംസിലേക്ക് പോകുന്നത് കാണുന്നത്. പക്ഷെ അതൊരു ഭയങ്കര ഒരു നെഗറ്റീവ് സ്ട്രാറ്റജിയാണ്. അത് നമ്മളെ കൂടുതൽ എന്താ പറയാ പുറകോട്ട് വലിക്കുന്നത്. നമ്മൾ കുട്ടികളെ പ്രിപ്പയർ ആണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഇനി ഒരിക്കലും കിട്ടില്ല ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെ തന്നെ ലാസ്റ്റ് മിനിറ്റ് കുറെ പേര് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ പറഞ്ഞ എക്സാം. സോ അതിനും ഒരു അഡ്വാൻറ്റേജസ് എന്നുള്ള ലെവലിൽ പോയി. പിന്നെ വാട്ട് അബൌട്ട് ആൻസർ റൈറ്റിംഗ്, അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അത് എസെൻഷ്യൽ മസ്റ്റ് എന്നുള്ളൊരു ഫാക്ടറാണോ പറയുന്നത്?
ആൻസർ റൈറ്റിംഗ് എനിക്ക് സ്പീഡിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം സെയിം പാറ്റേണിൽ എഴുതുന്നവരായതുകൊണ്ട് സ്പീഡ് ഒരു പ്രോബ്ലം ആയിരുന്നില്ല. പക്ഷെ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാന്നുള്ളത് ഒരു പ്രോബ്ലമാണ്. പിന്നെ ഇലസ്ട്രേഷൻസും ഡയഗ്രാംസും കൊണ്ടുവരാന്നുള്ളതും എന്നെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പൊ ഞാൻ മെയിൻസ് എഴുതുമ്പോൾ ഞാൻ ഓരോ ഓൾട്ടർനേറ്റ് ഡേ ഒരു ഫുൾ പേപ്പർ വെച്ച് എഴുതും. അങ്ങനെയാണ് നമുക്ക് നമ്മളുടെ പ്രോഗ്രസ് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ പേപ്പറും ഓരോ തരത്തിലും പുതിയ പുതിയ സ്ട്രാറ്റജീസ്, ഒരു ഡയഗ്രാം എല്ലാം പേപ്പറിലും, അങ്ങനെ ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു സ്ട്രാറ്റജി ബൈ പ്രാക്ടീസ് ഇവോൾവ് ചെയ്ത് പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു കുറച്ചും കൂടെ എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെയാണ്. സോ ഈ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് എൻ്റെ ഒരു ബാറ്റിൽ ഫീൽഡ് ആയിരുന്നു. എല്ലാം സ്ട്രാറ്റജികളും പരീക്ഷിച്ച് ചിലത് സക്സസ്ഫുൾ ആവും, ചിലത് അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഒറിജിനൽ എക്സാമിൽ പെർഫോം ചെയ്യണമെങ്കിൽ more failures will make a good person റിയൽ ബാറ്റിൽ. അത് ശരിയാണ്, വളരെ കറക്റ്റാണ്. സോ അതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി ആ പറഞ്ഞ പോലെ മെയിൻസ് ക്ലിയർ ആയതിൻ്റെ ഒരു സ്ട്രാറ്റജിയും ഈ ഒരു ആ ബാറ്റിൽ ഫീൽഡിൽ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് വന്നതിൻ്റെ ഒരു എഫക്റ്റ്. കാരണം പിന്നെ ഒരു തവണ കയറിയില്ലെങ്കിൽ പിന്നെ നമുക്ക് അതൊരു പിന്നീട് കോംപ്ലിക്കേഷൻ ആവും. സോ അതിനൊരു പ്രശ്നമില്ലാതെ പോയി അങ്ങനെ. സോ ആൻഡ് ലാസ്റ്റ്ലി ഇന്റർവ്യൂവിന് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് സ്പെഷ്യലായിട്ട് വല്ലതും എടുത്തിട്ടുണ്ടായിരുന്നോ? ഫസ്റ്റ് അറ്റംപ്റ്റിന് തന്നെ ഇന്റർവ്യൂ പോയി. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ടായിരുന്നോ? ഈ നമ്മൾ യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? പിന്നെ എനിക്ക് തോന്നിയത് കേരള സ്റ്റേറ്റിന്റെ, എനിക്ക് അങ്ങനെ അധികം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കേരള സ്റ്റേറ്റിനെ കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ഓവർവ്യൂ, ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ഉണ്ടെന്നല്ലാണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സോ അതിന് ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിരുന്നു. പിന്നെ എൻ്റെ പ്രൊഫഷനിൽ നിന്ന് എന്തുകൊണ്ട് സിവിൽ സർവൻസിലേക്ക് വരുന്നു ആ ഒരു ചോദ്യത്തിൽ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ആർഗ്യൂ വിത്ത് ദ ബോർഡ്. ഞാൻ ഇത് കാരണമാണ് വന്നത് എന്ന് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എപ്പോഴും എൻ്റെ ഫീൽഡിൽ നിന്ന് വളരെ ക്ലോസ് ആയിട്ടുള്ള കൗണ്ടർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ ആ കൗണ്ടർ ക്വസ്റ്റ്യൻസിന് ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതായിരുന്നു. അതിന് ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് എൻ്റേതായിട്ടുള്ള കുറച്ച് സെലക്ഷൻ ഓഫ് ബുക്സ് വായിക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഫോർമർ ബ്യൂറോക്രാറ്റ്സ് എൻ്റെ ഫീൽഡിനെ കുറിച്ച് എന്തൊക്കെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മളൊരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാൻഡിൽ നിന്ന് പിന്മാറാതിരിക്കുക. രണ്ട് ഇന്റർവ്യൂവിനും അങ്ങനെ ഒരു പിന്മാറേണ്ടി വരുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്മാറിയില്ല. അതുകൊണ്ട് റീസണബിളി വെൽ സ്കോർ കിട്ടി. അപ്പോൾ ഇത്തവണ ആക്ച്വലി ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ബോർഡായിരുന്നു ഇത്തവണ. കാരണം വളരെ എന്താ പറയുക 90-95 മാർക്സ് ഒക്കെ ഇട്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂ ബോർഡായിരുന്നു കിട്ടിയ. സോ അവിടെ എന്തായിരുന്നു ഒരു സ്പെഷ്യൽ? കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും എന്താ തോന്നിയത് ഇത്തവണ? കഴിഞ്ഞിറങ്ങിയപ്പോൾ ആക്ച്വലി ഞാനും എനിക്ക് കിട്ടിയ ബോർഡ് ലഫ്റ്റനന്റ് ജനറൽ ശുക്ല സാറിന്റെ ആയിരുന്നു. സോ ഞാനും സാറും തമ്മിൽ ഒരു വലിയ ഷോ ഡൗൺ തന്നെ ഉണ്ടായിരുന്നു. പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ട് ഒരു വലിയ ഡിസ്കഷൻ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഐ ഫെൽറ്റ് ദാറ്റ് ചെയർമാനായിട്ട് മേ ബി ഒരു ഷോ ഡൗൺ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഐ ടുക്ക് എ സ്റ്റാൻഡ്. ഐ ഡിഡ് നോട്ട് ഗോ ബാക്ക്. ആൻഡ് മറ്റ് മെമ്പേഴ്സിന്റെ അടുത്ത് റീസണബിളി വെല്ലായിട്ട് ആൻസർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. സോ ഞാൻ ഓവർ മൈ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇമ്മീഡിയറ്റ് ഇന്റർവ്യൂവിന് ശേഷം നമുക്ക് എന്ത് ഫീലിംഗ് ആണ് കിട്ടുന്നത്, ദാറ്റ് ഈസ് ദ ട്രൂ റിഫ്ലക്ഷൻ. I felt actually good. അപ്പൊ അതേപോലെ തന്നെ മാർക്സിലും മാർക്സ് വന്നപ്പോൾ അത്യാവശ്യം നല്ല മാർക്സ് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ നമ്മുടെ ഒരു കോൺഫിഡൻസ്, ചിലർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എങ്ങനെ ആവില്ല എന്നുള്ളൊരു ഐഡിയ ഇല്ലാതെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഇൻ ദി എൻഡ് നമ്മളൊരു കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് മാർക്സിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ ഇനി എന്താണ് വാട്ട് നെക്സ്റ്റ്? ഇനിയിപ്പോ ട്രെയിനിങ് എപ്പോഴാണ് തുടങ്ങാന്ന് എനിക്കറിയില്ല. സോ ഞാൻ ഇനി ഒരു സബ്സീക്വന്റ് അറ്റംപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഒരു തേർഡ് അറ്റംപ്റ്റിലായതുകൊണ്ട് ഇനിയിപ്പോ വേണമെങ്കിൽ ഒരു വർഷം കൂടെ സർവീസ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വേണമെങ്കിൽ എങ്ങനെയാണ് സർവീസ്, ദാറ്റ് ഈസ് ഫോർ ദ ഫ്യൂച്ചർ ടു ഡിസ്കസ്. എനിവേസ്, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. താങ്ക് യു ഫോർ ദിസ്. ഓക്കെ സർ. ഓക്കെ ബൈ. തക്ഷശില IAS Academy. Aspire, enroll, achieve.